പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വഴുതനങ്ങ വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വളരെ സാധാരണമായ ഒരു പച്ചക്കറിയാണ് വഴുതന. ഈ പച്ചക്കറി എല്ലാ സീസണിലും ലഭ്യമാണ്. എന്നാൽ ചിലർക്ക് ഇതിൻ്റെ രുചി അത്ര ഇഷ്ടമല്ല. വഴുതനങ്ങയിൽ നിരവധി ആരോഗ്യ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഇത് ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. നല്ല എരിവും പുളിയും ഉപ്പുമൊക്കെയുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 4 വഴുതന എടുത്ത് ഇതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളമോ ഓയിലോ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലകളൊക്കെ ഒന്ന് വഴുതനയിൽ പിടിച്ചു വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് മസാലയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന വഴുതന ഓരോന്നായി ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്ക് നന്നായി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വഴുതനയിൽ ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കലോറിയും കുറവാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇത് ആരോഗ്യകരമായ ഏത് ഭക്ഷണക്രമത്തിലും നിർബന്ധമായും ചേർക്കേണ്ടതാണ്. മിക്ക അടുക്കളത്തോട്ടങ്ങളിലും സുലഭമായി കാണുന്ന പച്ചക്കറിയാണ് വഴുതന. കാണുന്ന ഭംഗി പോലെ തന്നെ നിരവധി ഗുണങ്ങളുള്ള പച്ചക്കറിയാണ് ഇവ. വിറ്റാമിനുകളും പോഷകങ്ങളും ധാതുക്കളും അടങ്ങിയതാണ് വഴുതന. വിറ്റാമിൻ സി, കെ, ബി, പൊട്ടാസ്യം, കോപ്പർ, കാൽസ്യം, ഫൈബർ എന്നിവയാൽ സമ്പന്നമായ വഴുതനയുടെ ഗുണങ്ങൾ ഇങ്ങനെ നീളുന്നു. വഴുതനയെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മൺചട്ടിയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതന ഇട്ട് കൊടുക്കാം. തൈരുമായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്ത് താളിച്ചു കൊടുക്കണം. അതിനായി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കടുകും മുളകുമൊക്കെ വറവിട്ടത് നമ്മുടെ തൈരിലേക്കും വഴുതനയിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള വഴുതനയുടെ റെസിപ്പിയാണ് ഇവിടെ കണ്ടത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. അടുത്ത ഒരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും താങ്ക് യു.